ജോനാഥൻ ഒരു കുതിരവണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അയാൾ പോകുന്നത് നോക്കി കുതിരവണ്ടിക്കാരൻ കുരിശ് വരച്ചു. മറ്റൊരു കുതിരവണ്ടി വന്നു. അതിൽ നിന്ന് കറുത്ത വേഷധാരിയായ ഒരാൾ ഇറങ്ങി. എന്നിട്ട് പിന്നെ അയാൾ ബ്രേക്ക് എടുത്തു. അപ്പം എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. എനിക്ക് ഇത്ര ഈ ഡിറ്റക്റ്റീവ് നോവൽസ്, ത്രില്ലറുകൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഇപ്പോഴും അതെ, ഇപ്പോഴും ഞാൻ OTT കാണുന്നത് ത്രില്ലേഴ്സാണ്. ആയിരത്തി തൊള്ളായിരത്തി 59 എൻ്റെ ജന്മം. അച്ഛൻ രാമനാചാരി. അച്ഛൻ ഒരു വാസ്തു ചെയ്യുന്ന ആളായിരുന്നു. നാടൻ ഭാഷയിൽ സ്ഥാനക്കാരൻ. പണ്ടത്തെ എൻജിനീയേഴ്സാണ് സ്ഥാനക്കാരന്മാർ. ഒരു സ്ഥാനക്കാട് മാത്രമല്ല, സ്ഥാനക്കാരിലൊരു അന്ധവിശ്വാസം എന്നൊക്കെ പറയും. അത് ഓരോരുത്തരുടെ രീതി, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പക്ഷേ പണ്ട് എൻജിനീയേഴ്സ് ഉണ്ടായിരുന്നില്ലല്ലോ. നാട്ടിൻപുറത്തെ എൻജിനീയേഴ്സായിരുന്നു പഴയ സ്ഥാനക്കാരന്മാർ. അച്ഛനക്കാര്യത്തിൽ വളരെ പ്രഗത്ഭനായിരുന്നു. എറണാകുളം ജില്ലയുടെ നല്ലൊരു ഭാഗം അച്ഛൻ്റെ കുത്തക തന്നെയായിരുന്നു. അച്ഛൻ 2002 മരിച്ചതിന് ശേഷമാണ് മറ്റുള്ളവരൊക്കെ ഈ വാളെടുത്തവരൊക്കെ വിളിച്ച് പാടത്തുള്ള രീതിയിൽ ഒരുപാട് സ്ഥാനക്കാരന്മാർ ഇവിടെ ഉണ്ടായത് തന്നെ. ഈ പുസ്തകം വായിക്കാൻ എൻ്റെ പ്രചോദനമായ സത്യം പറഞ്ഞ അച്ഛൻ തന്നെയാണ്. അച്ഛൻ അത്യാവശ്യം വായിക്കുമായിരുന്നു. ആരെങ്കിലും നിന്നൊക്കെ ഈ കടയിൽ നിന്നൊക്കെ വീക്കിലികൾ കൊണ്ടൊന്നും പത്രം കൊണ്ടൊന്നൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ടാണ് എനിക്കൊരു പ്രചോദനം ഉണ്ടായത്. അപ്പം അച്ഛൻ ഈ ശ്രീമൂലപുരത്തൊരു ബീഡിയർപ്പുകാരുടെ ഒരു സംഘമുണ്ട്, ഒരു കടയുണ്ട്. സ്ഥിരം കൊണ്ടുവരുന്ന ഒരു വാരിക ജനയുഗം വാരികയാണ്. അപ്പോൾ അതിൽ ഈ കുട്ടികളുടെ കഥകളുണ്ടാകും, കുട്ടികൾക്കുള്ള കഥകൾ. അപ്പോൾ അത് വായിച്ചാണ് എനിക്ക് വായനയിൽ താല്പര്യം വരികയും ഞാൻ 8ാം ക്ലാസ് മുതൽ ഇടനാട് വായനശാലയിൽ ചേരുകയും അത് അമിതമായൊരു വായന തുടങ്ങി. പക്ഷെ അതെനിക്ക് ഒരുപാട് ദൂഷ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ധാരാളം വായിക്കുകയും നല്ല അറിവുകൾ നേടുകയും ഒക്കെ ചെയ്തു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ലൈബ്രറിയുടെ സെക്രട്ടറി ആവുകയും അവിടുത്തെ ലൈബ്രറിയുടെ ഒരു കെട്ടിടം ഇപ്പോൾ കാണാം. അവിടെ താഴത്തെ നില പണിയാൻ ഞാൻ മാത്രമല്ല, തീർച്ചയായിട്ടും ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരും സഹകരണത്തോടു കൂടി ഇതിൽ വളരെയധികം ഞങ്ങളെ ഒരു രക്ഷാർത്ഥാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ട്, ജോസ് മാസ്റ്റർ, ജോസ് മാസ്റ്റർ. മാഷ് ഈ കെട്ടിടം പണിയുടെ കാര്യത്തിലും അതുപോലെ ഞങ്ങളുടെ എല്ലാ ലൈബ്രറിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം സഹായമായിട്ട് പുസ്തകങ്ങളായിട്ട് ഇന്നും വന്നിട്ടുണ്ട്. പിന്നെ ഈ വായന എന്നെ ഒരു സത്യത്തിൽ ഒരുപാട് ദൂഷ്യങ്ങൾ ചെയ്തെനിക്ക്. അമിതമായ വായന ശരിക്ക് പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അമിത വായനയ്ക്കുള്ള കുഴപ്പം അമിതമായാൽ അമൃതം വിഷം എന്നാണല്ലോ. അതെന്തും അമിതമായാൽ അത് ദോഷങ്ങളുണ്ട്. അപ്പോൾ അമിതമായ പുസ്തക വായന എന്നെ ഒരു സ്വപ്നജീവിയാക്കി മാറ്റുകയുണ്ടായി. അതിൻ്റെ പഠിത്തത്തെയും ബാധിച്ചു. അപ്പോൾ ഒരു പരിധിവരെ ഞാൻ രക്ഷകർത്താക്കളെ കുറ്റം പറയാറുണ്ടെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് പിൽക്കാലത്തെ വിലയിരുത്തിൽ നിന്ന് എനിക്ക് മാറ്റി. ഒരു ചൊല്ലുണ്ട്, ബാഡ് വർക്ക്മാൻ ബ്ലെയിംസ് ഹിസ് ടൂൾസ് എന്ന് പറയും. അത് ഒരു പണി അറിയാൻ പാടില്ലാത്തവൻ ആയുധങ്ങളെ കുറ്റം പറയുന്നു. അപ്പോൾ എൻ്റെയും കുഴപ്പങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഞാൻ എടുത്ത പല തീരുമാനങ്ങളും തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ വായന എന്നും എനിക്കെന്തൊരു ജീവശ്വാസം പോലെയായിരുന്നു, ജീവാമൃതം പോലെയായിരുന്നു. സത്യത്തിൽ ഒരു ആത്മഹത്യയിൽ നിന്ന് തന്നെ പലപ്പോഴും രക്ഷിച്ചത് എൻ്റെ ഈ വായന തന്നെയാണ്. ജീവിതത്തിൽ എനിക്ക് എൻ്റെ ദുഃഖങ്ങളും വിഷാദങ്ങളും പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ എന്നെ ഈ വായനയാണ് സഹായിച്ചിട്ടുള്ളത്. പക്ഷെ അതിന് വായനയ്ക്ക് വേറെ ദൂഷ്യം വെച്ചിട്ട് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ പുസ്തകങ്ങളും ലൈബ്രറിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ 10ാം ക്ലാസ് പോലെ കുറേശ്ശെ ട്യൂഷനൊക്കെ എടുക്കാൻ തുടങ്ങി. ഒരു 12 വർഷം ഞാൻ ഇടാട്ട് ധാരാളം ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അത് നാട്ടുകാരൊക്കെ അംഗീകരിച്ചാണെന്നാണ് എൻ്റെ വിശ്വാസം. നല്ലൊരു ട്യൂഷൻ മാസ്റ്ററാണെന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന പൈസയൊക്കെ ഞാൻ ഈ പുസ്തകങ്ങൾ വാങ്ങുകയും അങ്ങനെ പുസ്തകങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നൊരു സ്വഭാവം, ഒരു പരിധിയിൽ പറഞ്ഞ ദുസ്വഭാവം എനിക്കുണ്ടാവുകയും ഇന്നിപ്പോൾ എനിക്കൊരു നല്ല കളക്ഷൻ ഉണ്ട്. പക്ഷെ അതെനിക്കൊരു ബാധ്യമായിട്ടാണ് ഇപ്പം തോന്നുന്നത്. അടുത്ത തലമുറ അത് എന്ത് ചെയ്യുന്നുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഈ അമിതമായി പുസ്തകം വായിക്കുന്നു, പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടും. പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുന്നൊരു മനോരോഗമാണെന്ന് പറയുന്നത് ബിബ്ലിയോമാനിയ. പിന്നെ അതിന് വേറെ വാക്കുണ്ട്, അങ്ങനെ ഒരു വാക്കാണ് സൈക്കോളജിയിൽ അതിൽ പറയുന്നത്. ഈ കാരണം മേടിക്കുന്ന എല്ലാ പുസ്തകങ്ങളും നമ്മൾ പലപ്പോഴും വായിക്കാറില്ല. ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എടുത്ത് വായിച്ച അനുഭവങ്ങൾ, പിന്നീട് വായിച്ച അനുഭവങ്ങളൊക്കെയുണ്ട്. പിന്നീട് ഞാൻ ജേർണലിസം പഠിക്കാനാണ് പോയത്. ജേർണലിസം പഠിച്ച് ഭാരതീയ വിദ്യാഭ്യാസത്തിൽ ജേർണലിസത്തിന് ശേഷം എനിക്ക് അപ്പം ഞാനന്ന് അപ്പം അന്ന് കുറച്ച് എഴുത്ത് ജീവിതം കൂടി പറയാം. 10ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എന്നുള്ളൊരു സംഘടന, സാഹിത്യ സംഘടന കേരളത്തിൽ, അത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു സംഘടനയാണ്, പണ്ട് കാലത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അതിൽ 10ാം ക്ലാസ്സിൽ അവരൊരു കൊടുങ്ങല്ലൂർ സമ്മേളനത്തോടനുബന്ധിച്ച് അവർ ഒരു സാഹിത്യ മത്സരം നടത്തിയപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ 10ാം ക്ലാസ്സിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ചെറുതൊക്കെ എനിക്ക് 1ാം സമ്മാനം ഉണ്ടായിരുന്നു. ഞാൻ ആ കുറേ സ്കൂളിൽ പഠിക്കുന്നു. പക്ഷെ അതാരും അംഗീകരിച്ചില്ല.
ചെറിയ മാഷ ഞാൻ എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ അദ്ദേഹം ഒരു പുച്ഛത്തോടുകൂടിയാണ് അത് നോക്കിയത്. അധ്യാപകരാരും അഭിനന്ദിച്ചില്ല. കാരണം അന്ന് കഥ എഴുതുന്നതും ഈ നമ്മൾ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റം പോലെയാണ് വീട്ടുകാരും അധ്യാപകരും കണ്ടിരുന്നത്. കാരണം പഠിക്കേണ്ട സമയത്ത് ഇവൻ വേറെ പുസ്തകം വായിക്കുന്നു. അതൊരു പരിധിവരെ ശരിയാണ്. അപ്പോൾ ഞാൻ ഈ SLCക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമായിരുന്നു. പഠിത്തത്തിൻ്റെ ഈ പുസ്തക വായനയുടെ ഒരു കുഴപ്പം കൊണ്ട് പറ്റിയാണ് ഫസ്റ്റ് ക്ലാസ്സിന് കുറച്ച് മാർക്ക് കുറവുണ്ടായിരുന്നു. ചെറിയ മാഷെന്ന് ഇത്തിരി ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, കഥ വായിച്ചും കഥ എഴുതിയും നോവൽ വായിച്ചും ഫസ്റ്റ് ക്ലാസ് കളഞ്ഞൊരു കുട്ടി. അന്ന് ഫസ്റ്റ് ക്ലാസ് കണ്ട വലിയ ഇതായിരുന്നു, അഭിമാനമായിരുന്നു, വലിയൊരു നേട്ടമായിട്ട് കാണണം. അപ്പം ഇന്നിപ്പോൾ ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ, ഡിസ്റ്റിങ്ഷൻ്റെ അപ്പുറത്തേക്കും പോയാൽ ഒരു കൂടുതൽ അംഗീകാരമുള്ളൂ. അന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ മതി, അംഗീകാരം തന്നെയായിരുന്നു. അപ്പോൾ അതിന് കിട്ടാത്തതിൽ ദേഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇരിക്കാം. എങ്കിലും ഇത് സത്യത്തിൽ എനിക്ക് കിട്ടിയ ഇത് അഖില കേരള അടിസ്ഥാനത്തിലുള്ളൊരു ഇതായതുകൊണ്ട് എല്ലാ പത്രങ്ങളും വന്നു, ആകാശവാണിയിലും വന്നു. ഇന്നിപ്പോൾ ടി വിയിൽ ബ്രേക്കിംഗ് ന്യൂസ് വന്ന പോലെയാണ് അത്. ഞാനപ്പോൾ അപ്പോഴാണ് എന്നെ നാട്ടുകാർ അറിയുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ പിന്നീട് എനിക്കൊരു മുൾക്കിരീടമായിട്ട് മാറി. നാട്ടുകാർ, ബന്ധുക്കൾ, കൂട്ടുകാർ, ഇവനൊരു എഴുത്തുകാരനാണെന്ന് അങ്ങനെയാണ് ഒരു കിരീടം എനിക്ക് തലയിൽ വെച്ചു തന്നു. പക്ഷേ ഞാൻ പിന്നീട് വളരെയധികം അങ്ങനെ ഒന്നും അധികം എഴുതിയിരുന്നില്ല. അതിൽ ചില കാരണങ്ങളുണ്ടായി, ഞാൻ അതിലേക്ക് പറഞ്ഞു. അപ്പോൾ ഇതോടെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടായി, മുതിർന്ന സുഹൃത്തുക്കൾ ഉൾപ്പെടെ ധാരാളം സുഹൃത്തുക്കൾ വന്നു. അവരുടെ കമ്പനിയിൽ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നാട്ടിലൊരു അത്യാവശ്യം എൻ്റെ മകൻ്റെ ഭാഷ ലോക്കൽ സെലിബ്രിറ്റി ആയിട്ട് മാറുകയുണ്ടായി. ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ 75-നാണ് എനിക്ക് ഈ സമ്മാനം കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ മാതൃഭൂമിയുടെ ഒരു ബാലഭക്തി ഉണ്ട്, മാതൃഭൂമി ആവശ്യത്തിൽ. ബാലഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് എഴുതുന്നവർ, അന്നൊരു പറയാറുള്ളൊരു തമാശ വെച്ചിട്ടുണ്ടെങ്കിൽ ബാലഭക്തിയിൽ എഴുതുന്ന മുഴുവൻ വയസ്സന്മാരാണ് എന്നൊരു തമാശ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിരന്തരം എൻ്റെ കഥകൾ വന്നിരുന്നു, ഒരു 80 വരെ. പല എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട് ബാലഭക്തിയിലേക്ക് അവർ കഥ അയച്ചു, അത് മടക്കി അല്ലെങ്കിൽ തിരുത്തി അങ്ങനെ പലവട്ടം അയച്ചപ്പോൾ വന്നു. പക്ഷേ എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിരുന്നില്ല. ഞാൻ അയച്ചാലെല്ലാം അതിൽ വന്നിട്ടുണ്ട്. പക്ഷേ 80-ന് ശേഷം ഞാൻ അയച്ച ഒന്നും വന്നില്ല. പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത്, ഈ ബാലഭക്തി കൈകാര്യം ചെയ്യുന്ന ആൾ കുട്ടേട്ടൻ എന്നാണ് അവർ പറയുന്നത്. ഈ കുട്ടേട്ടൻ സാക്ഷാൽ കുഞ്ഞുണ്ണി മാഷായിരുന്നു. അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാൻ ഈ 80-ന് ശേഷം കുഞ്ഞുണ്ണി മാഷ് ഞങ്ങൾ കൂട്ടുകാരെ കൂടി കോഴിക്കോട് പോവുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഈ ബാലഭക്തിയിൽ എൻ്റെ കഥ പ്രസിദ്ധീകരിച്ച കുഞ്ഞുണ്ണി മാഷാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാഗത്തൊരു വീഴ്ച അല്ലെങ്കിൽ നഷ്ടം ആയിപ്പോയി. ഈ കുഞ്ഞുണ്ണി മാഷ് 80-ന് ശേഷം മാറുകയും പുതിയ ആരോ വരികയും ചെയ്തപ്പോൾ അയാൾ എൻ്റെ കഥകളെല്ലാം റിജക്റ്റ് ചെയ്തു. പിന്നീട് ഞാൻ പല മാസങ്ങളിൽ അയച്ചെങ്കിലും കാര്യമായിട്ടൊന്നും വന്നില്ല. അപ്പോൾ എനിക്ക് വലിയ നിരാശയായി, ഞാൻ എഴുത്ത് നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അനുഭവങ്ങളില്ലെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തി. പക്ഷേ ഞാൻ ചില കഥകളൊക്കെ തർജ്ജമ ചെയ്ത് ഈ ചില മാഗസിൻസ് അയക്കാറുണ്ട്, പത്രങ്ങൾക്ക് അയക്കാറുണ്ട്. അങ്ങനെ എറണാകുളത്തൊരു പത്രം ഉണ്ടായിരുന്നു, കേരള ടൈംസ് എന്നുള്ളൊരു പത്രം. അത് ലത്തീൻ കത്തോലിക്കരെ നടത്തുന്നൊരു പത്രമാണ്. ഇപ്പോൾ അതില്ല, പൂട്ടിപ്പോയി. അപ്പോൾ അതിലും എൻ്റെ ലേഖനങ്ങളൊക്കെ വരാറുണ്ട്, കഥകളുടെ തർജ്ജമയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ പത്രാവർ എന്നെ വിളിച്ചു, നിങ്ങൾ ജേർണലിസം പാസ്സായാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജോലി തരാമെന്ന് പറഞ്ഞ് എന്നെ സബ് എഡിറ്റർ ട്രെയിനായിട്ട് അവരെടുത്തു. 2 വർഷം ഞാൻ അവിടെ സബ് എഡിറ്റർ ട്രെയിനായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അന്ന് അതോടെ എനിക്ക് ജേർണലിസ്റ്റോട് ഒരു മടുപ്പായി. കാരണം ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പത്രങ്ങൾ നടത്തുന്നത് മുഴുവൻ മുതലാളിമാരാണ്. അവരുടെ ആശയം, അവരുടെ വീക്ഷണം അതനുസരിച്ച് നമ്മൾ എഴുതിക്കൊള്ളണം. സത്യം പറഞ്ഞാൽ ജേർണലിസ്റ്റുകൾ നമ്മൾ ഈ വലിയ ഗമയിൽ ചാനലിൽ നിന്ന് സംസാരിക്കുന്നവരൊക്കെ വെറും കൂലി എഴുത്തുകാർ മാത്രമാണ്. മുതലാളി എന്ത് പറയുന്നു അതനുസരിച്ച് മാത്രം സംസാരിക്കുന്നവരാണ്. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവരൊരു കൂലി എഴുത്തുകാരൻ്റെ സ്ഥാനമുള്ള ഒരു പത്രാഫീസിൽ എന്ന് മനസ്സിലായ സമയത്തും, അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതിനിടയ്ക്ക് PSC ടെസ്റ്റ് എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോടതിയിൽ ജോലി കിട്ടി, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് LD ക്ലർക്കായിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മാറി. അന്ന് നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം ദാരിദ്ര്യമൊക്കെ ആയിരുന്നു. വളരെ കുറച്ച് വീടുകൾ മാത്രമേ അത്യാവശ്യം സെൽഫ് സഫിഷ്യൻ്റായ വീട്ടുകാരുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. വേനൽക്കാലത്ത് കുഴപ്പമില്ല, ഈ അന്നത്തെ വർഷക്കാലം നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. അതായത് ഇടവം മുതൽ ഏതാണ്ട് മിക്കവാറും ചിങ്ങം 15 വരെ മഴയാണ്. മഴ വെച്ചാൽ നിന്നുള്ള മഴ, തോരാതെ പെയ്യുന്ന മഴ നമ്മൾ പറയാം. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നാടൊക്കെ മിക്കവാറും മുങ്ങിക്കിടക്കും, പലവട്ടം വെള്ളപ്പൊക്കം ഉണ്ടാവും. പക്ഷേ ഈ 2018 ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തെക്കാളും വ്യത്യാസമുണ്ട്. അന്ന് വെള്ളം ഒഴുകിപ്പോകാൻ ഒരുപാട് വിശാലമായ സ്ഥലങ്ങളുണ്ടായിരുന്നു, പാടങ്ങളുണ്ടായിരുന്നു, തോടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒഴുകിപ്പോക്കോളൂ. ഒരു കഥയുണ്ട്, ഈ അഗസ്ത്യ മഹർഷി തെക്കേ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കാവേരി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അഗസ്റ്റൻ കാവേരി ആദ്യയോട് പറഞ്ഞു, നീ ഒന്ന് എനിക്ക് പോകാനുള്ളൊരു സ്ഥലം തരുമോ, ഗ്യാപ്പ് തരുമോ എന്ന് പറഞ്ഞപ്പോൾ കാവേരി അത് കേട്ടില്ല. അത് ദേഷ്യം വന്ന അഗസ്റ്റൻ തൻ്റെ കമണ്ടലിൽ കാവേരി നദിയെ ആവാഹിച്ച് എന്നിട്ട് പറ്റിപ്പോയ നദിയിലൂടെ കടന്നുപോയി എന്ന് ഒരു കഥ പറയേണ്ട വെറും ഒരു കഥയാണത്. അതേപോലെ നമ്മുടെ ഈ ഭൂമി മുഴുവൻ തോടുകൾ, പാടങ്ങളെല്ലാം ഈ വെള്ളം ഉൾക്കൊണ്ടിരുന്ന അഗസ്റ്റൻ്റെ കമണ്ടലുകൾ പോലെ ഈ വെള്ളത്തെ ഈ 4 മാസം നീണ്ടുനിൽക്കുന്ന മഴവെള്ളത്തെയും വെള്ളപ്പൊക്കത്തെയും ഉൾക്കൊണ്ടിരുന്നു. പക്ഷെ അന്ന് 2018 ഒരുപാട് വീടുകൾ വന്നു, നെൽവയലുകൾ നികത്തിപ്പോയി, വീടുകളുടെ ബഹളം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിറയെ മതിലുകൾ, വെള്ളത്തിന് പോകാൻ സ്ഥലം ഉണ്ടായില്ല. പക്ഷെ വെള്ളം വന്നത് പണ്ടത്തെ വഴിയിലൂടെയാണ്. പണ്ടെങ്ങനെയാണ് അവനൊഴുകി, അവൻ ആ വഴി മറന്നിട്ടുണ്ടായിരുന്നില്ല. വെള്ളം പണ്ട് വന്ന അതേ വഴിയിലൂടെ വെള്ളം കുതിച്ചു പാഞ്ഞു വീടുകളുടെ ഉള്ളിലൂടെ മതിലുകൾ തകർത്ത് പുള്ളി ഒഴുകി പോയി. പക്ഷേ ഒഴുകിപ്പോകാനുള്ള ഗ്യാപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഈ പ്രളയം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പുതിയ തലമുറ അനുഭവിച്ചൊരു കാര്യമാണല്ലോ. പക്ഷെ പണ്ട് നിരന്തരം ഇപ്പം ഞാനിപ്പോൾ അവരെ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഈ പാടത്ത് ജോസൻ്റെ വീടൊക്കെ ഉണ്ടല്ലോ, ആ പാടം വെള്ളപ്പൊക്കം നിറഞ്ഞ വെള്ളം ഒന്നും കയറിയിട്ടുണ്ടാവും. പിന്നെ മുതിർന്നവരാരെങ്കിലും കൈ പിടിച്ചായിരിക്കും അപ്പുറത്തേക്ക് പോകും. മിക്കവാറും ലൈബ്രറിയുടെ അടുത്ത് വരെ, പിന്നെ കടുവേലിപ്പാടം കംപ്ലീറ്റ് മുങ്ങിപ്പോകുമായിരുന്നു. ഞങ്ങളുടെ പറമ്പൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കായിരുന്നു. പക്ഷേ ഈ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഈ സമയത്ത് യാതൊരു വർക്കുണ്ടാവില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിലൊന്നുമില്ല. അപ്പം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് വലിയ ഒരു സംശയമുണ്ട്. അന്ന് ഈ അച്ഛൻ ഒരു ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നു, അമ്മ അത്യാവശ്യം ഞാറുനടാനും കൊയ്യാനും മെതിക്കാനൊക്കെ പോകുമായിരുന്നു. ഇങ്ങനെ പോയിരുന്ന വീടുകളാണ് ഞങ്ങളുടെ എതിർഭാഗത്തുള്ള എടാട്ടുള്ള വീടിൻ്റെ എതിർഭാഗത്തുള്ള മൂഞ്ഞേലി ഫാമിലി. അതിൽ സാറാമ്മ, അവിടുത്തെ റോയി, മനോജ്, ഡേവിസ്, ബാബു, ഇവരൊക്കെ എൻ്റെ ഒരു പഴയ കളിക്കൂട്ടുകാരാണെന്ന് പറയാം. ആ വീട്ടിൽ എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് 7ാം ക്ലാസ് വരെ മിക്കവാറും ഒഴിവ് സമയത്തൊക്കെ അവിടെ ആയിരിക്കും. അമ്മ മിക്കവാറും കൊയ്യാനും മെതിക്കാനൊക്കെ ആയിട്ട് അവിടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരോടൊക്കെ ഒരു വലിയൊരു സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പുറത്തുള്ള വീട് ശൗര്യരുടെ വീട്, കൊച്ചുമാത്തികളുടെ വീട്ടിലും അവരൊക്കെ ആയിട്ട് സൗഹൃദം. പക്ഷെ കൂടുതൽ സൗഹൃദം എനിക്ക് ഇവിടെയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാറ എന്ന് പറയുന്ന അമ്മ എനിക്കൊരു മാതൃസ്വരൂപം പോലെയായിരുന്നു. അവരെന്നോടൊരു മകനോടുള്ള വാത്സല്യം അവരൊന്ന് കാണിച്ചിരുന്നു. അതൊന്ന്. പിന്നെ രണ്ടാമത് എനിക്ക് ഓർക്കാനുള്ള വളരെ കടപ്പാടുള്ള ഒരു കുടുംബമുണ്ട്, ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള പരിപ്പള്ളി കുടുംബം. ഈ അവർക്ക് അന്ന് പലചരക്കടയുണ്ട്, ഒരുപാട് കൃഷിയുണ്ട് അവർക്ക്. പിന്നെ അവിടെ കൊപ്ര ബിസിനസ്സൊക്കെ ഉണ്ട്, പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കടയിൽ നിന്ന് അവിടുത്തെ 3 പേര്, പാപ്പുച്ചേട്ടൻ, ദേവസ്വട്ടിയേട്ടൻ, മൊത്താച്ചേട്ടൻ, ഇവരൊക്കെ ഞങ്ങളെ വളരെയധികം സഹായിച്ചുള്ള ആൾക്കാരാണ്. ഒരുപക്ഷെ പിൽക്കാലത്ത് ആലോചിച്ചിട്ടുണ്ട്, ഇവരൊന്നും ഹെൽപ്പില്ലായിരുന്നു ഒരുപക്ഷെ ഞങ്ങൾ ഒരുപക്ഷെ ജീവിച്ചിരിക്കുമായിരുന്നു പോലും എനിക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം അന്നത്തെ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ വക്കോല് മേഞ്ഞ വീടാണ്. മഴക്കാലത്ത് ഈ കവിവാടികളെ മഴ പെയ്താൽ ചോരുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു വീടായിരുന്നു അത്. അന്ന് ഈ മഴക്കാലത്തൊക്കെ ഞാൻ ആദ്യം കുട്ടിയായി ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നോക്കുക, അടുപ്പിൽ തീ എത്തുന്നുണ്ടെങ്കിൽ ഭക്ഷണമുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പോൾ പട്ടിണി കിടന്നൊന്നും വെച്ചാൽ ഇല്ല. ഒരു നേരമെങ്കിലും എങ്ങനെയാലും ഭക്ഷണം അച്ഛനമ്മയോടെ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവരും. പക്ഷെ അന്ന് ഞങ്ങൾ വളരെ സഹായിച്ച കുടുംബമാണ് ഈ പരിപ്പള്ളി പാപ്പുച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നംകുട്ടി അമ്മയും. അവർ ഈ അത്യാവശ്യം അരി കച്ചവടമൊക്കെ ഉണ്ട്, അരി കടം തരും. അങ്ങനെ വളരെ ഞങ്ങളെ ഈ 3 കുടുംബങ്ങളും സഹായിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുള്ളത് വെച്ചാൽ ഈ 3 കുടുംബങ്ങളെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷെ മഴയത്ത് പട്ടിണി കിടന്ന് മരിച്ചു പോയിരുന്നിരിക്കാം. പക്ഷെ അത് സംഭവിച്ചില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സഹോദര്യം, പാരസ്പര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? അയൽവക്കത്ത് എന്ത് നടക്കുന്നു, അവിടെ പട്ടിണിയാണെന്ന് നമ്മൾ അന്വേഷിക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആയി. ഇത് കഴിഞ്ഞ് വേനൽക്കാലത്താണ് അച്ഛന് വർക്ക് വരുമ്പോഴാണ് ഇവർക്ക് മേടിച്ച ഇതിൻ്റെയൊക്കെ പൈസ കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും തരാൻ വേണ്ടി, ആരും ഒരു നീണ്ട കാലാവധിക്ക് ഇങ്ങനെ അരിയും അയൽവക്കത്ത് പട്ടിണി കിടക്കുന്ന ഒരു പാവം കുടുംബത്തിന് അങ്ങനെ സഹായിക്കാൻ ആരും തയ്യാറാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരോട് വളരെ കടപ്പാടുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവർക്ക് ഈ പാപ്പച്ചേട്ടൻ്റെ ഭാര്യയ്ക്ക് അന്നം എന്നാണ് പേര്. കുറച്ചൊരു പ്രതീകാത്മകമായിരുന്നില്ലേ ഇതെനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണല്ലോ. ഉപനിഷത്തുകൾ പോലും അന്നത്തിൻ്റെ മഹാത്മ്യത്തെ പുകഴ്ത്തുന്നുണ്ട്. കുട്ടിക്കാലത്ത് അങ്ങനെ അമ്മയോടൊപ്പമാണ് ഈ പരിപാടികൾ കാണാൻ പോവുക. പലപ്പോഴും ഈ അമ്പലക്കുളങ്ങര അമ്പലത്തിൽ ബാല ഉണ്ടാകുമായിരുന്നു, ബാലകൾ കാണുമായിരുന്നു. അങ്ങനെ അധികം നാടകങ്ങൾ ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെ പള്ളിയിലും പരിപാടികളുണ്ടായിരുന്നു, ഉത്സവം.
പക്ഷെ എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ നിന്ന് രാവിലെ തന്നെ അതിരാവിലെ ജ്ഞാനപ്പാന കേൾക്കും. അപ്പോൾ അതിങ്ങനെ ഹൃദയസ്ഥമായി. എടാടുപള്ളിയിൽ നിന്ന് മറ്റ് ഭക്തിഗാനങ്ങൾ കേൾക്കും ധാരാളം. അപ്പോൾ അത് ആബേലച്ചൻ ആണെന്ന് തോന്നുന്നു. ആബേലച്ചൻ എഴുതിയ കുറേ ഗാനങ്ങൾ. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു. അങ്ങനെയൊക്കെ ഇതൊക്കെ കുറേ ബൈ പിന്നീട് പിന്നെ ഒരു ഇതുണ്ടല്ലോ പരിശുദ്ധാത്മാവേ അല്ലേ, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞ കുറേ ഗാനങ്ങളാണ്. പിന്നെ ഈ പള്ളിയിലെയും ഈ അമ്പലത്തിലെയും പരിപാടികൾക്കാണ് സാധാരണ പോവുക. ഇതിൽ രസകരമായ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മയുടെ കൂടെയുള്ള പോവുക. അപ്പം അന്നൊരു കലാലയ ജീറാവ് എന്ന് പറഞ്ഞ എടപ്പള്ളിയിലെ ഒരാളാണ്, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്, അന്ന് കഥാപ്രസംഗമാണ് മെയിൻ. പക്ഷെ എനിക്ക് ഈ പ്രസംഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ കലാലയ ജി റാവുവിൻ്റെ കഥാപ്രസംഗങ്ങൾ. കാരണം 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ. താളത്തിൽ തലയാട്ടും തരുനിരകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു അവതരണ ഗാനമൊക്കെ ഉണ്ട്, മലയാളം ഇത് മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇദ്ദേഹം അവസാനമായി ഞാൻ അമ്മയോടൊപ്പം പോയി കാണുന്ന പരിപാടി വെച്ചാൽ എടാട് പള്ളിയിൽ ഇദ്ദേഹം കഥ പറയണം. ആ കഥ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ജോനാഥൻ ഒരു കുതിരവണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അയാൾ പോകുന്നത് നോക്കി കുതിരവണ്ടിക്കാരൻ കുരിശ് വരച്ചു. മറ്റൊരു കുതിരവണ്ടി വന്നു, അതിൽ നിന്ന് കറുത്ത വേഷധാരിയായ ഒരാൾ ഇറങ്ങി. എന്നിട്ട് പിന്നെ അയാൾ ബ്രേക്ക് എടുത്തു. അപ്പം എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. എനിക്ക് ഇത്ര ഈ ഡിറ്റക്റ്റീവ് നോവൽസ്, ത്രില്ലറുകൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഇപ്പോഴും ഞാൻ OTT കാണുന്നത് ത്രില്ലേഴ്സാണ്. ത്രില്ലർ തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരാൾ പറഞ്ഞിട്ട്, അയാളപ്പോഴും ഗൾഫിലേക്ക് പോയി. അപ്പോൾ ഈ ഇത്രയായി കഴിയുമ്പോൾ അമ്മ ഭയങ്കരമായിട്ട് പറയുന്നു, ഇത് പ്രേതകഥയാണല്ലോ ഡ്രാക്കുള. അപ്പോൾ ഈ അമ്മ പോരണമെന്നായി, ഞാൻ പോരാൻ പറ്റില്ലെന്നായി, അങ്ങനെ കരച്ചിലായി. അമ്മ സമ്മതിച്ചില്ല, അമ്മ ഭയന്നപ്പോൾ ഞാൻ നോക്കി വളരെ ഭയപ്പെട്ട അമ്മ പോവാണ്. ഈ ഡ്രാക്കുള ഞാൻ പിൽക്കാലത്ത് വായിച്ചു. അപ്പോഴാണ് എനിക്ക് കലാലയം ജി റാവു പറഞ്ഞ കഥ ഡ്രാക്കുളയാണെന്ന് എനിക്ക് അതൊരു പള്ളിയിൽ പറഞ്ഞ് എന്ന് മനസ്സിലായത്. ഇതാണ് ഒരു അനുഭവം. പിന്നെ ബാലകളായിരുന്നു അധികം, അമ്പലക്കുളങ്ങര അമ്പലത്തിലുള്ള ബാലകൾ, കഥാപ്രസംഗം, ബാലകൾ, അതൊക്കെ ആയിരുന്നു അന്നത്തെ മെയിൻ പരിപാടി. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലല്ലോ, കഥാപ്രസംഗം തന്നെ ഇല്ല, ബാലകളില്ല. നാടകങ്ങൾ ഞാൻ വളരെ കുറച്ച് കണ്ടുള്ളൂ. ഫാസ് തുടങ്ങിയ കാലത്ത് കുറച്ച് നാടകങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയൊരു, എന്നെ അതിശയിപ്പിച്ചൊരു നാടകം അതിന് പറയും. ഞാൻ ആദ്യമായിട്ട് കാണുന്ന നാടകമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സമ്മാനം എനിക്ക് കിട്ടിയ കഥ. അത് കൊടുങ്ങല്ലൂർ വെച്ചുള്ളൊരു സമ്മേളനമായിരുന്നു. സുകുമാർ അഴീക്കോടായിരുന്നു അന്ന് അതിൻ്റെ പ്രസിഡന്റ്. അന്ന് യശ്പാൽ എന്ന് പറഞ്ഞ ബംഗാളി സാഹിത്യകാരനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ അച്ഛനോട് പോയിക്കോട്ടെ വെച്ചപ്പോൾ എന്തോ ഭാഗ്യത്തിന് പുള്ളി സംഭവിച്ചു, പോകാനുള്ള പൈസ തന്നു. ഞാനവിടെ പോയി. അവർ എനിക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ തന്നു. അപ്പോൾ ഈ പരിപാടികളെല്ലാം കണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക വൈക്കം മുഹമ്മദ് ബഷീർ ഒഴിച്ചുള്ള എല്ലാ സാഹിത്യകാരന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കണ്ടു. ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം മേടിക്കുന്ന ഒന്നാണ് അത്, ബഷീറിൻ്റെ മതിലുകൾ. നിസ്സാര വിലയുള്ളൂ. അവിടെ ബുക്ക് എക്സിബിഷനിലായിരുന്നു, അവിടെ നിന്ന് വാങ്ങിയത്. അവിടെ നിന്നാണ് ഈ കുഴപ്പപ്പുഴ ആരംഭിക്കുന്നത്, പുസ്തകം മേടിക്കുന്നത്. അപ്പം അന്ന് ഒരു രാത്രി ഒരു നാടകം അവതരിപ്പിച്ചു അവിടെ. ചാവേർപ്പടാന്ന് മറ്റാണെന്ന് പറഞ്ഞു, VI അസീസ് തൊട്ടുള്ള നാടകം. അതൊക്കെ ആദ്യമായിട്ട് കേൾക്കണം, ആദ്യമായിട്ടാണ് ഒരു നാടകം കാണുന്നത്. അപ്പോൾ ഈ നാടകത്തിൽ ആദ്യം തന്നെ ഒരു സൂത്രധാരൻ വരികയാണ്. സൂത്രധാരൻ വന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അത് കഴിഞ്ഞ് നാടകം ആരംഭിക്കുമ്പോൾ ഇയാളും ഒരു കഥാപാത്രമായിട്ട് മാറണം. ഇത് ഇന്ത്യൻ പുരാണത്തിൽ പ്രയോഗിച്ചിരുന്ന, ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന, പുരാണകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ്. കഥ പറയാൻ ഒരു സൂത്രധാരൻ വരുന്നു, അയാൾ പിന്നീട് കഥാപാത്രമായിരുന്നു. പിന്നെ ആധുനിക നാടകങ്ങളിൽ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ നാടകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് കണ്ട നാടകങ്ങളൊന്നും, ഈ കമേഴ്ഷ്യൽ നാടകങ്ങളൊന്നും എനിക്ക് അത്ര തൃപ്തിയായില്ല. ഞാൻ അധികം കാണാറില്ല. അപ്പം നാടകങ്ങളിൽ നിന്ന് ഇങ്ങനെ മുഖം തിരിക്കുന്ന ആളല്ല, നാടകത്തെ പറ്റി വായിക്കാൻ പഠിക്കുക ചേർന്ന്, ഇതൊക്കെയാണ് നാടകത്തെ പറ്റിയുള്ള അനുഭവം. നാടകം, കഥാപ്രസംഗം, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കലാലയ റാവുവിൻ്റെ ഈ കഥയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഡ്രാക്കുള എനിക്ക് മുഴുവനായിട്ട് കേൾക്കാനും പറ്റിയില്ല.